Hey guys, this is Mallu Melons Vishnu. നമ്മുടെ കൂടെ ഇന്ന് ഉള്ളത് ഏഞ്ചൽ ആണ്. ഹാപ്പി ടു മീറ്റ് ഏഞ്ചൽ. നമ്മൾ ഇന്നൊരു സംഭവം ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നത് വേറെ ഒന്നുമല്ല, ഒരു ഹിപ്നോട്ടിസം സെഷനാണ്. നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് ഏഞ്ചലിലെ ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കില്ലേ? അപ്പൊ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. എന്റെ ചാനൽ ഈസ് ലൈക്ക് മെന്റലിസം ആണ്, എന്റെ ലൈഫ് ഷെയർ ചെയ്യുന്ന ലൈഫ് പ്ലസ് മെന്റലിസമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏഞ്ചലിനെ പരിചയപ്പെട്ട സന്തോഷം. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കിയേക്കാം. ഓക്കെ ഏഞ്ചൽ, ഈ പോയിന്റിലേക്ക് മാത്രം നോക്കാം. ഇവിടെ ജസ്റ്റ് ഇമാജിൻ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഈ ഒരു പോയിന്റിലേക്ക് മാത്രം ഇമാജിൻ ചെയ്യാം. ഓരോ സെക്കൻഡ് കഴിയുന്നതോറും ഏഞ്ചലിൻ്റെ ഓരോ സ്ലീപ്പിലേക്കും ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ഇമാജിൻ ചെയ്യുക, നന്നായിട്ട് ഇമാജിൻ ചെയ്യുക. ഓക്കെ ജസ്റ്റ് ഇമാജിൻ നന്നായിട്ട് ഇമാജിൻ ചെയ്യുക, നന്നായിട്ട് ഓരോ സ്ലീപ്പിലേക്കും. ഏഞ്ചൽ എന്നുള്ള ഏഞ്ചലിന്റെ പേര് ഏഞ്ചലിന് ഓർമ്മയുണ്ടാവില്ല. ഏഞ്ചൽ എന്നുള്ള ഏഞ്ചലിന്റെ പേര് ഓർമ്മയുണ്ടാവില്ല. തൊണ്ടയിലുണ്ടാവും, പക്ഷെ പറയാൻ പറ്റില്ല. പറയാൻ ട്രൈ ചെയ്യുന്നതോറും കൂടുതൽ ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടിരിക്കും. ഹായ്. ഹായ്. ഇയാളുടെ പേരെന്താണെന്നറിയോ? ചേച്ചിയുടെ പേരൊന്ന് പറയാൻ ട്രൈ ചെയ്യാവോ? പറ്റുന്നുണ്ടോ? ഇല്ലല്ലേ? പേടിക്കണ്ട, ജസ്റ്റ് റിലാക്സ്. ഞാൻ ഈ കൈയൊന്നും ഇട്ടാ ഈസി ആയിട്ട് പേര് പറയാം. പേരൊന്ന് പറയാമോ? ഓക്കെ, ഞാൻ കൈ പിടിച്ച വീണ്ടും മറന്നു. പേരൊന്ന് പറയാമോ? ടെൻഷൻ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് റിലാക്സ്. പറ്റുന്നില്ലല്ലോ, ജസ്റ്റ് റിലാക്സ്. ഞാൻ കൈ വിട്ട നന്നായിട്ട് എന്നെ മാത്രം ഫോക്കസ് ചെയ്യാം, വേറെ നോക്കണ്ട. പറ്റുന്നില്ലല്ലോ. ഓക്കെ, ഞാൻ കൈ വിട്ട ഈസി ആയിട്ട് വീണ്ടും പേര് പറയാം. പറ്റുന്നില്ലല്ലോ. ഇനി ഒന്ന് പേര് പറയാമോ? ഓക്കെ, ജസ്റ്റ് റിലാക്സ്. ലോകം അറിയപ്പെടുന്ന ഒരു ബാഡ്മിൻ്റൺ പ്ലെയറാണ്. എല്ലാവരും അറിയപ്പെടുന്ന ഒരു ബാഡ്മിൻ്റൺ പ്ലെയറാണ്. നന്നായിട്ട് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ലോകം അറിയപ്പെടുന്ന ഒരു ബാഡ്മിൻ്റൺ പ്ലെയറാണ് ഏഞ്ചൽ. എല്ലാവർക്കും അറിയാം ഏഞ്ചലിനെ. വേൾഡ് ഫേമസ് ആയ ഒരു ബാഡ്മിൻ്റൺ പ്ലെയറാണ്. ഹായ്, ഏഞ്ചൽ അല്ലേ? ഏഞ്ചലിനെ കണ്ടിട്ടുണ്ട് ആക്ച്വലി, പെർഫോമൻസ് ഒക്കെ. ഏഞ്ചലിന്റെ പ്രൊഫഷൻ ആക്ച്വലി എന്തായിരുന്നു? എന്താ ചെയ്യുന്നത്? ഞാൻ മാച്ച് കണ്ടിട്ടുണ്ട് ആക്ച്വലി. എന്താ ചെയ്യുന്നത്? ഞാൻ കളിക്കുന്ന, ഞാൻ പ്ലേ ചെയ്യുന്ന. എന്ത് ഗെയിം ആയിരുന്നു? അതിന്റെ പേര് ഒന്ന് പറയാം. എന്ത് ഗെയിം? ബാഡ്മിന്റൺ പ്ലെയർ ആണല്ലേ? ഞാൻ ആക്ച്വലി കണ്ടിട്ടുണ്ട്. ദുബായിൽ ഒരു പ്രാവശ്യം മാച്ചിന് വന്നായിരുന്നില്ലേ? അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്. ആക്ച്വലി എന്താ ഇതിന്റെ ഇൻസ്പിറേഷൻ ഈ ബാഡ്മിന്റണിലേക്ക് വരാനുള്ള? കൊച്ചിലോട്ടുള്ള ആഗ്രഹം. അതാണ് ഈ ആഗ്രഹം അല്ലേ? എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ് ഏഞ്ചലിന്റെ ഗെയിം. എന്ന് വെച്ചാൽ സ്മാഷ് ഒക്കെ ചെയ്യാൻ പറ്റിയ രക്ഷയില്ല ആക്ച്വലി. ഭയങ്കര ഓപ്പോണന്റ് അത്രയും ടഫായിട്ട് ഇത്ര ഫേമസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ എന്താ ഫീൽ ചെയ്യുന്നത്? ഇത്രയും വലിയ ബാഡ്മിന്റൺ പ്ലെയർ ആയി, അപ്പൊ എന്താ ഫീൽ ചെയ്യുന്നത്? ബിയോണ്ട് വേർഡ്സ് ആണോ? എന്നാലും ഒരു എന്തെങ്കിലും നമ്മുടെ ഒരു ഓഡിയൻസിന് വേണ്ടി എന്താ പറയാൻ പറ്റുക? എന്താ ഇങ്ങനെ ഒരു ഗെയിമിലോട്ട് വരുമ്പോ ഞാൻ നിൽക്കുമ്പോ എന്റെ പപ്പയുടെ ആഗ്രഹം സാധിച്ചു. ഇപ്പൊ ലൈഫിൽ ആരെങ്കിലും കാണണമെന്നൊക്കെ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ട്? ഇപ്പൊ കൂടിയില്ലാത്ത ആരാണ്? ഓക്കെ, എന്തായാലും ഇങ്ങനെ ഒരു പ്ലെയറിനെ കാണണമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പൊ അത് തന്നെ വലിയ സന്തോഷം, ഭയങ്കര സന്തോഷം. താങ്ക് യു. ഞാനൊരു സെൽഫി എടുത്തോട്ടെ? താങ്ക് യു. എനിക്ക് ഏഞ്ചലിന്റെ ഞാൻ ആക്ച്വലി ഏഞ്ചലിന്റെ ഗെയിം ദുബായിൽ വെച്ചാ കാണുന്നത്. എനിക്ക് എക്സൈറ്റ്മെന്റിലാണ് കൈ വറക്കണം തോന്നരുത്. Take a deep breath. Sleep. ഞാൻ ഏഞ്ചലിന്റെ പപ്പയായിരിക്കും. ഏഞ്ചലിനെ അത് കാണാൻ പറ്റും, നന്നായിട്ട് ഇമാജിൻ ചെയ്യാൻ പറ്റും, നന്നായിട്ട് അത് ഫീൽ ചെയ്യാൻ പറ്റും. ഹായ്, മനസ്സിലായെന്ന്? ഏഞ്ചൽ ഹാപ്പി അല്ലേ? ഞാൻ പ്രൗഡാണ് ഏഞ്ചലിനെ ഓർപ്പിപ്പോഴും.
ഏഞ്ചൽ ഹാപ്പി അല്ലേ? നമ്മളോർത്ത് ഞാൻ ഹാപ്പിയാണ്. എന്നിട്ട് ഹാപ്പി ആയോ? എന്തെങ്കിലും പറയാനുണ്ടോ? വന്നോടെ തിരിച്ച് നോക്കിക്കോളാം. ഏഞ്ചലിനോർത്ത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നീ സന്തോഷമായിട്ട് ഞാൻ വന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഒരു തോടുന്ന് കാണാനും പറയാനുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പി. ഞാൻ എപ്പോഴും ഏഞ്ചലിനെ പറ്റി ആലോചിക്കാറുണ്ട് എപ്പോഴും. എനിക്ക് അറിയരുത് കേട്ടോ. ഇനി ചിരിച്ചുകൊണ്ട് വേണം സംസാരിക്കാൻ. ഓക്കെ? ഏഞ്ചലിന് ഓർത്ത് ഭയങ്കര സന്തോഷമാണ്, അഭിമാനമാണ്. അപ്പം ഇനിയിപ്പോൾ എന്നെ ഓർക്കുമ്പോൾ എപ്പോഴും സന്തോഷമായിട്ട് വേണം ഇരിക്കാൻ. സന്തോഷമായിട്ടിരിക്കുക. പപ്പ ഐ ലവ് യു സോ മച്ച്. ഓക്കെ, നീ സന്തോഷമായിട്ടിരുന്നോളൂ അല്ലേ? പപ്പ പോട്ടെ. പപ്പ എപ്പോഴും കൂടെയുണ്ട് കേട്ടോ. പപ്പ എപ്പോഴും കൂടെയുണ്ട്. ഹാപ്പി അല്ലേ? ഇഞ്ചൊന്ന് ഡീപ് ബ്രീത്ത് എടുക്കാവോ? ഏഞ്ചലിന് കണ്ട ചീത്ത പറയും, ദേഷ്യപ്പെടണമെന്ന് തോന്നുന്ന ഒരു ഫ്രണ്ടായിരിക്കും ഞാൻ. കണ്ണുറക്കുമ്പോൾ ഏഞ്ചലിന് ചീത്ത പറയാൻ തോന്നുന്ന ഫ്രണ്ടായിരിക്കും ഞാൻ. ഏഞ്ചൽ ദ്രോഹി. ഇത്തവണെങ്കിലും വന്നപ്പോഴത്തേക്ക് വല്ല മിഠായി കൊണ്ടുവന്നു. ദൈവത്തിന് അറിയാം. ഏഞ്ചൽ അതല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. നേരെ വന്നപ്പോ ഇങ്ങോട്ടല്ലേ ഡയറക്റ്റാണ്. നമ്മൾ പോയി ചായ കുടിക്കുന്നു, ഫുഡ് കഴിക്കുന്നു. ഫുഡ് എന്റെ ചെലവ്. എല്ലാ തവണ അത് തന്നെയല്ലോ, വലിയ മാറ്റങ്ങളൊന്നുമില്ലല്ലോ. പറ ആരാന്ന് പറ. ഞാൻ ആരാന്ന് പറ. ലിപ്പിച്ചിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ദുബായിലാണ്. ഏകദേശം 15-16 വർഷമായിട്ടുള്ള കൂട്ടാണ്. ഇങ്ങനെയൊക്കെ ഇരിക്കുന്നെന്ന് കണ്ട് തോന്നണ്ട. ആള് ഭയങ്കര ടാലന്റഡ് ആണ്. എന്റെ കൂട്ടത്തില് എന്റെ ഫ്രണ്ട്സില് നന്നായിട്ട് കണ്ടുവരുത്തി മാത്രമാ. എപ്പോ വന്നാലും ആദ്യം എന്നെ കാണാൻ വരും. കഴിഞ്ഞ മുന്നത്തെ തവണ എന്നെ കാണാൻ വന്നില്ല. ഓട്ടോ അല്ല, ആള് എന്റെ ഗേൾഫ്രണ്ട് ആയിട്ടാ വന്നത്. അപ്പൊ അവളെ എല്ലാരെയും കാണിക്കാനും നല്ലതായിട്ടൊക്കെ നടന്നത് കൊണ്ട് എന്നെ മറന്ന്. പിന്നെ ഇവന്റെ പരിഭവം തീർക്കാനായിട്ട് ഞാൻ ഇവന്റെ അരിയന്റെ ചായക്കട പോയി 2 ബൂസ്റ്റ് എക്സ്ട്രാ കുടിച്ചു. എപ്പോഴാ തിരിച്ചറിയിട്ട് അറിയില്ല. ഞാനും വരുന്നുണ്ടായിരുന്നു. ഞാൻ അതാ നിനക്ക് മെസ്സേജ് അയച്ചത്. പക്ഷെ എന്റെ പോസ്റ്റ്പോൺ ചെയ്ത്. പിന്നെ ഞാൻ കാണാലോ. അവിടെ വന്നു കഴിഞ്ഞാൽ നിന്നെ കാണാനൊന്നും പറ്റില്ല. ബിസി മാൻ. പട്ടിപ്പണിയല്ലേ, അതാണ് നിന്നെ കാണാൻ. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാ നീ ഇങ്ങനെ പറഞ്ഞു ഞാൻ കേൾക്കുന്നത്. സുഖ ജീവിതം തന്റെ അടുത്ത് പറയാറ്. ഒരു കാര്യം, കണ്ണുറന്ന് കഴിക്കുമ്പോ എന്റെ കയ്യിലിരിക്കുന്ന ഈ ബാൻഡ് ഒരു പാമ്പായിരിക്കും. നന്നായിട്ട് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ചെറിയ പാമ്പാണ്. എന്തത്? പാമ്പിനെ പാമ്പിനെ കണ്ട ആദ്യമായിട്ടൊരാള് ഇഷ്ടാണോ? പാമ്പിന് ഇഷ്ട ആണോ? പാമ്പിന് ഇഷ്ട? എന്തോ പറയുന്നേ. ഞാൻ ഇവന് കാണാൻ വേണ്ടി തന്നെ കാക്കനാട് പോവും. എന്റെ ഫ്രണ്ടിന്റെ ഷോപ്പുണ്ട്. അപ്പൊ അവിടെ റെയിൻ ഫോറസ്റ്റ് അവിടെ ഉണ്ട്. ഇതേപോലെ അതിനുവേണ്ടി തന്നെ ഞാൻ പോവും. എങ്ങനെയുണ്ട്? ഇതിന്റെ പേരെന്താന്ന് അറിയാം? ഇക്രു. ഇക്രു സൂപ്പർ. എനിക്കൊരെണ്ണം വാങ്ങിക്കണം. ബട്ട് ഇതിന് ലൈവായിട്ടുള്ള ഫുഡ് കൊടുക്കണം. എനിക്ക് എലിയെ വേദനിപ്പിക്കാൻ താല്പര്യമില്ല. എല്ലായിരുന്നെങ്കിൽ ഞാൻ വാങ്ങിച്ചേരാം. അതിന് ഫുഡ് കൊടുക്കണ്ടേ? അത് നമ്മള് എലിയൊക്കെ എന്തിനാ ഉപദ്രവിക്കുന്നത്? 5-6 മനുഷ്യരെ തിന്നുമെങ്കിൽ പിന്നെയും പിടിച്ചിട്ട് കൊടുക്കാം.
അച്ഛോ ഇപ്പൊ കൊണ്ടുപോണ്ടാ കുറച്ചേരം കഴിഞ്ഞ് കൊണ്ടുപോ. ഓക്കെ എടുത്തോളൂ, എനിക്ക് വേണമെന്നില്ല, എടുത്തോളൂ. ഞാൻ ഇതിന് എങ്ങനെ ഫുഡ് കൊടുക്കും? അത് ശരി, അതൊരു ടാസ്ക്. എലീനൊന്നും വേണ്ടല്ലോ. വേണം ഇവർക്ക്, പിന്നെ ഇവർക്ക് നല്ലോണം ഫുഡ് വേണം. ഒരു ചെറുതാണെപ്പോലെ ഒരു കുറച്ച് നാള്. എനിക്ക് ഇതിനെ പറ്റി വല്ല കാര്യം ഇപ്പൊ പെട്ടെന്ന് കയ്യിലേക്ക് വന്നതാ. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവന്റെ അടുത്ത് ഏൽപ്പിച്ചാൽ മതി, അവൻ നന്നായിട്ട് നോക്കിക്കോളും. അപ്പൊ ഇതെങ്ങനെ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ? എന്ത് കാര്യം? ഇതിന് ഫീഡിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഇതായിട്ട് തന്നെ നോക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊന്നും നമ്മള് മനുഷ്യരെ പോലെ വാതിർന്ന് സംസാരിക്കാനായിട്ടുള്ള ഇതില്ലല്ലോ. പിന്നെ നമ്മളിങ്ങനെ കൂട്ടിലിട്ടേക്കുവാണ്. അപ്പൊ അവർക്കൊന്നിനും ഒരു കുറവുണ്ടാക്കാൻ പാടില്ല. അങ്ങനെ തന്നെ നോക്കണം. നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടല്ലേ. പിന്നെ ഇവർക്കും സ്കിന്നിനൊക്കെ പെട്ടെന്ന് നോക്കി കണ്ടൊക്കെ, ഇല്ലെങ്കിൽ ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിലും ഇപ്പൊ സാനിറ്റൈസർ ഒക്കെ യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ചടയല്ല, പടം. സോറി, ഞാൻ പാമ്പിൽ അത്ര ഞാൻ ഇവിടെ വെക്കട്ടെ. അയ്യോ ക്യൂട്ടല്ലേ ഇങ്ങനെ പത്തി? അത് എപ്പോഴുള്ളതാണ് ഇങ്ങനെ പത്തി? പത്തി ഇല്ലല്ലോ, മറ്റേ കുഞ്ഞു തലയല്ലേ. ഇനി കണ്ണു തുറന്നു കഴിയുമ്പോ ഞാൻ മോഹൻലാലാണ്, ഏഞ്ചലിനെ കാണാൻ വേണ്ടി വന്നേക്കുവാണ്. ആലപ്പുഴ പോയപ്പോ ഇവിടെ ഏഞ്ചൽ ഇവിടെ ഉണ്ട് പറഞ്ഞ് ഏഞ്ചലിനെ കാണാൻ വന്നേക്കണേ. നന്നായിട്ട് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്താ മോളെ? സുഖം. ബിഗ് ബോസ് ഒക്കെ ഇപ്പോഴാണല്ലോ കാണുന്നേ. ഞാന് അത് കഴിഞ്ഞിട്ട് കണ്ടില്ല അല്ലേ, അത് കഴിഞ്ഞിട്ട് അതിന്റെ ഫിനാലേക്ക് കണ്ടതാ. അതെ, ഞാനിപ്പോ വെറുതെ വന്നതാണ്, ഇവിടെ ഒരു ഷൂട്ട് ഉണ്ടായി. അപ്പൊ എന്തൊക്കെയുണ്ട് ഏഞ്ചൽ വിശേഷങ്ങൾ? സുഖം. ഞാൻ ഒരു ഷോപ്പ്, ഒരു ചെറിയൊരു ബൊട്ടീക്കൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. അതാണല്ലോ നമ്മുടെ ലൈഫ്. ഹാപ്പൻസ് ആണല്ലോ, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ദാസ അങ്ങനെയല്ലേ? ഞാൻ ശരിയാക്കണം, എല്ലാം ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളു. മൂവി ഷൂട്ടാണോ അത്? മൂവി ഷൂട്ടല്ല, ഇതൊരു ആഡ് ഷൂട്ടാണ്. പഞ്ചാബിന്റെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ടൊരു ആഡ് എടുക്കുന്നുണ്ട്. ഒരു ലൈക്ക് ഒരു ഡോക്യുമെന്ററി പോലെ. അപ്പൊ അതിന്റെ ഗസ്റ്റ് ആയിട്ട് ഞാനാണ്. ഞാൻ ഗസ്റ്റ് മാത്രമല്ല, ഒരു ആക്ടർ മാത്രമല്ല, ഒരു ക്യാനലും കൂടാന്നറിയാലോ. അതിന്റെ ഇതായിട്ട് അപ്പൊ എന്തായാലും ഏഞ്ചലിന്റെ ഷോപ്പൊക്കെ കണ്ട് സന്തോഷം. അയ്യോ, ഇവിടെ എല്ലാം വേറെ ഷോപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ അത് വലിയ വലിയ ആൾക്കാർ. എന്താ മോളെ, നമ്മളൊക്കെ ജീവിതമല്ലേ. അതെ, എനിക്കറിയാം, സിറ്റുവേഷൻസ് അറിയാം. ഇനി ഏഞ്ചലിന്റെ അടുത്തിരിക്കുന്ന ചേച്ചി സണ്ണി ലിയോണാണ്. ഏഞ്ചലിനെ അത് കാണാൻ പറ്റും, മാനേജ് പറ്റും. ഞാൻ മനസ്സിലായില്ലേ, വിഷ്ണു മല്ലു മെന്റലിസ്റ്റ് വിഷ്ണു വീഡിയോ എടുക്കാൻ. ഏഞ്ചലിനെ കാണാൻ ഒരാളെ കൂടെ സർപ്രൈസ്, നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഒരു സർപ്രൈസ് ഒരാളെ കൊടുക്കുന്നുണ്ട്. സണ്ണി ലിയോൺ, പ്ലീസ്. ഞങ്ങൾ ഇത് കണ്ടിട്ടുണ്ട്. മാം എന്താ പറയാനുള്ളത്? ഒന്ന് എന്നെ മനസ്സിലായിട്ടുണ്ടെന്ന് അറിയാലോ, പക്ഷെ നമ്മുടെ ഒരു ഷോയില് ഒരുമിച്ചുണ്ടായിരുന്നു. മാം നടന്ന ഷോയില് മാം ഷോ സ്റ്റോപ്പർ ആയിട്ട് നടന്നു. അതിന്റെ നെക്സ്റ്റ് ഇതില് ഞാൻ ഷോ സ്റ്റോപ്പർ ആയിട്ട് നടന്നു. അതായത് ആ ഒരു സെഗ്മെന്റിൽ തന്നെ. ഞാനും കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മൂവിയാണ് രാഗിണി മമസ് എന്ന് പറയുന്നത്. അല്ല, ഫസ്റ്റ് പാർട്ട്. രാഗിണി മമസിന്റെ തേർഡ് പാർട്ട് വന്നോ? ഫസ്റ്റ് പാർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അന്ന് നേരിട്ട് സ്റ്റേജിൽ കണ്ടപ്പോഴും തൊട്ടടുത്ത് തന്നെ നിന്നത്. ഫോട്ടോ ഒന്നും എടുത്തില്ല നമ്മള്. ഭയങ്കര സന്തോഷം കണ്ടതില്. ഭയങ്കര ഇത് ആ ട്രഡീഷണൽ ഔട്ട്ഫിറ്റിനേക്കാളും നല്ലത് മോഡേൺ തന്നെ ആട്ടോ. നമുക്ക് ചേരുന്നത് നമ്മൾ ഇട്ടാൽ മതി, മറ്റുള്ളവരെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെ അതെ അതെ, കറക്റ്റ്.